നമസ്കാരം, അഗാക്ക് ഇന്റീരിയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇന്റീരിയർ ഡിസൈനർ ഡെന്നി എബ്രഹാം. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്നൊരു ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ആണെന്നൊരു ഇന്റീരിയർ വീഡിയോസ് ആണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോന്നും ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെന്നിട്ട് നിങ്ങളെ ഞാൻ കൃത്യമായിട്ട് എടുത്തെടുത്ത് പറഞ്ഞുതരാം, അതിൻ്റെ പ്രത്യേകതകളും പറഞ്ഞുതരാം. അപ്പം ഇതാണ് ലിവിങ് ഏരിയ. ഇതാണെന്നുള്ള ഫോർമൽ ലിവിങ് ആണ്. ഈ ഏരിയയിലേക്കാണെന്നുള്ള നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെയാണെന്നുള്ള ടീപ്പോയ്, ഇതെല്ലാം ആണെന്നുള്ള നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ വാൾ പേപ്പേഴ്സ് ഇവിടെ വെച്ചിരിക്കുന്നത്, നമ്മളുടെ വാൾ പാനലിങ് തുടങ്ങി ഇങ്ങോട്ടുള്ള ഇതിനുള്ളിലേക്കാണെന്നുള്ള നമ്മൾ മൂലയിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ലൂവേഴ്സ് തുടങ്ങി ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ആണെന്നുള്ള നമ്മളാണെന്നുള്ള കസ്റ്റമൈസ് ചെയ്താണെന്നുള്ള ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പല വീടുകളും നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിഷ് ബോക്സസും അതേപോലെ തന്നെയാണെന്നൊരു ബാക്കിയുള്ള ഏരിയാസൊക്കെ ആണെന്നുള്ള നമ്മൾ ചെയ്യുന്നത് മനോഹരമായിട്ട് മാറണമെങ്കിലാണെന്നുള്ള ഉറപ്പായിട്ടും അവിടെയാണെന്നുള്ള ക്യൂരിയോസ്, പ്ലാന്റ്സ്, അതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസും അതേപോലെ തന്നെയാണെന്നുള്ള തീർച്ചയായിട്ടും വാൾ പേപ്പേഴ്സ്, അതേപോലെ തന്നെ ബ്ലൈൻഡ്സ്, അല്ല കർട്ടൻസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെയാണെന്നുള്ള നമ്മൾ ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇൻറ്റീരിയർ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഒരിക്കലും ആണെന്നുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ ഭംഗി നമ്മളുടെ കൂട്ടിത്തരുന്ന പല ഘടകങ്ങളാണ് ഇതെല്ലാം. ഉദാഹരണത്തിന് വാൾ പെയിൻറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. മിക്ക ആളുകളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിൻ്റെ സെയിം കോപ്പി ചെയ്താലും ആണെന്നുള്ളത് നിങ്ങൾ ഇതൊക്കെ ചെയ്തില്ല എങ്കിലാണെന്നുള്ളത് ഉറപ്പായിട്ടും ആണെന്നുള്ളത് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. ആ കാണുന്ന ഒരു ഫീൽ അത് എപ്പോഴും ആണെന്നുള്ളത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാണെന്നുള്ളത് വേറൊരു ലെവലിലേക്ക് ഈ സാധനം മാറി പോകും എന്നുള്ളതാണ്. ഇനിയും അടുത്തതാണെന്നുള്ളത് നമ്മളുടെ ഫാമിലി ലിവിങ്ങിലേക്കാണ് വരുന്നത്. ഈ ഫാമിലി ലിവിങ് വന്നിരിക്കുന്നതായിട്ടാണെന്നുള്ള ഈ ടീപ്പോ, അതേപോലെ തന്നെയാണെന്നുള്ള സോഫ, അതേപോലെ TV യൂണിറ്റ്, അതേപോലെ ഇവിടെ വാൾ പേപ്പേഴ്സ്, ഇതെല്ലാം തന്നെയാണെന്നുള്ളത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ടീഷൻ പോലും ആണെന്നുള്ളത് ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടാണെന്നുള്ളത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് സ്ക്വയർ പൈപ്പിലാണെന്നുള്ളത് നമ്മൾ HDF-ലാണെന്നുള്ളത് PU പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കൂടെ, ഇതാണെന്നുള്ളത് ഫുള്ളി PU പെയിൻറ്റ് ആൻഡ് വിനീർ ആണെന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഇതിൻ്റെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും ആണെന്നുള്ളത് ഇതിൻ്റെ PU പ്ലസ് വിനീർ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രസകരമായ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. വാഷ് കൗണ്ടർ ആണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ വാഷ് കൗണ്ടർ ആണെന്നുള്ളത് വാഷ് കൗണ്ടറിൻ്റെ ബോക്സസ് ആണെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലസ് ആണെന്നുള്ളത് നമ്മൾ ലൈറ്റ് ആണെന്നുള്ളത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇവിടെ ആണെന്നുള്ളത് നമ്മൾ മിററിനകത്ത് ലൈറ്റ് ആണെന്നുള്ളത് ഉള്ള മിററാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ഏരിയയിലാണെന്നുള്ളത് നമ്മളെ ഡൈനിങ് ടേബിൾ പ്ലസ് ചെയർ, ഇതിൻ്റെ ആണെന്നൊരു ടോപ്പ് ആണെന്നുള്ളത് ഗ്രാനൈറ്റിൻ്റെ ടോപ്പാണ്. ഇത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്താണെന്നുള്ളത് ക്ലയൻറ്റിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഈ ലെഗൊക്കെ ആണെങ്കിലും ഇതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ പറഞ്ഞ് തന്നെ ചെയ്യിച്ചിരിക്കുന്നതാണ്. അതേപോലെ ഈ ഏരിയയിലുമാണെന്നുള്ളത് നമ്മൾ ടീപ്പോയ് ചെയ്തിട്ടുണ്ട്. ഇതും കസ്റ്റമൈസ് ചെയ്താണ്. അതേപോലെ തന്നെ സെയിം അതേ ഇത് തന്നെ ഇതിൻ്റെ ഒരു കോമൺ ഒരു ഏരിയ ഒരു ഹാളായിട്ട് കിടന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആണെന്നുള്ളത് ഒരേ ആണെന്നുള്ളത് മീൻസ് ഫാബ്രിക് ആണെന്നുള്ളത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോത്ത് എല്ലാം തന്നെയാണെന്നുള്ളത് നമ്മൾ ഒരേ ക്ലോത്ത് യൂസ് ചെയ്തതിൻ്റെ റീസൺ ആണെന്നുള്ളത് ഇവിടെ ഒരുപോലെ ആയതുകൊണ്ടാണ്. അതേപോലെ കിച്ചണിലേക്ക് വരികയാണെങ്കിൽ കിച്ചണിലേക്കാണ് നമ്മളാണെന്നുള്ളത് ഇവിടെ ഒരു ക്രോക്കറി ആണെന്നുള്ളത് ഷെൽഫ് ആണെന്നുള്ളത് വന്നിട്ടുണ്ട്. പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലസ് ആണെന്നുള്ളത് നമ്മളാണെന്നുള്ളത് ഒരു പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ PU പെയിന്റ് ആണെന്നുള്ളത് ഫിനിഷ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജസ് ആണെന്നുള്ളത് എല്ലാം പക്ക ഫിനിഷ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതേപോലെ തന്നെയാണെന്നുള്ളത് ഇവിടെ വരുമ്പോൾ ടോപ്പിലാണെന്നുള്ളത് നമ്മൾ ടോപ്പ് ബോക്സ് ആണെന്നുള്ളത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലോഫ്റ്റ് ആണെന്നുള്ളത് ഉണ്ട്. അതേപോലെ തന്നെയാണെന്നുള്ളത് ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിയറസ്റ്റ് ആയിട്ട് പെട്ടെന്നാണെന്നൊരു കുക്ക് ചെയ്യുന്ന സമയത്താണെന്നുള്ള TV, ഷുഗർ അങ്ങനെയുള്ള എമർജൻസി ആവശ്യം പെട്ടെന്നാണെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വിനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതേപോലെ തന്നെയാണെന്നുള്ളത് ഇവിടെയാണെന്നുള്ളത് ഗ്ലാസ് ഡോർസ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഈ സൈഡിലേക്ക് നമ്മളാണെന്നൊരു ഇൻബിൽറ്റ് ഓവൻ ആണെന്നുള്ളത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണെന്നൊരു താഴെ ആണെന്നുള്ളത് നമ്മൾ വിക്കർ ബാസ്ക്കറ്റ്സ് ആണെന്നുള്ളത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണെന്നുള്ളത് 6 ഇഞ്ചിന്റെ വിക്കർ ബാസ്ക്കറ്റ്സ് 2 അതിൻ്റെ ബോട്ടത്തിലാണെന്നുള്ളത് നമ്മൾ വന്നിട്ട് 8 ഇഞ്ചിന്റെ വിക്കർ ബാസ്ക്കറ്റ്. അതേപോലെ തന്നെയാണെന്നുള്ളത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാഡർ യൂണിറ്റ്സ് ആണെന്നുള്ളത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണെന്നുള്ളത് ലാഡർ യൂണിറ്റ് ഉണ്ട്. അത് കൂടുതലാണെന്നൊരു കസ്റ്റമർക്ക് യൂസ്ഫുൾ ആയ ഒരു ലാഡർ യൂണിറ്റ് ആണ്. അതേപോലെ തന്നെ പറയേണ്ട ഒരു വേറൊരു കാര്യമാണ്, ഇവിടെ ഒരു കോർണർ യൂണിറ്റ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. മാജിക് കോർണർ ആണെന്നുള്ളത് ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ.
ഇതുമാണെന്നൊരു കസ്റ്റമർക്കാണെന്നൊരു കുറച്ചുകൂടി ഈസി ആയിട്ടാണെന്നൊരു യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അപ്പോൾ ആണെന്നൊരു കസ്റ്റമർക്കാണെന്നൊരു ഈ ഹിഡൻ പ്ലേസ് ആണെന്നൊരു നല്ല പോലെ ആണെന്നൊരു യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ, അതേപോലെ തന്നെയാണെന്നൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെന്നൊരു ചെറിയ ആണെന്നൊരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണെന്നൊരു സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ആണെന്നൊരു ഈ ഒരു ഏരിയയിൽ അതേപോലെ സെക്കൻഡ് കിച്ചണിലേക്കാണെന്നൊരു വരുമ്പോൾ ആണെന്നൊരു സെക്കൻഡ് കിച്ചണിലും ആണെന്നൊരു നമ്മൾ മോപ്പൊക്കെ ആണെന്നൊരു കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നൊരു ഇവിടെ നമ്മളാണെന്നൊരു ഒരു ബോക്സ് ആണെന്നൊരു വെച്ചിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ഏരിയയിലാണെന്നൊരു വരുമ്പോൾ നമ്മൾ ഇൻബിൽറ്റ് ആയിട്ടാണെന്നൊരു വരത്തക്ക രീതിയിലാണെന്നൊരു നമ്മൾ ഡിഷ് വാഷർ, വാഷിംഗ് മെഷീൻ എല്ലാം തന്നെയാണെന്നൊരു ഇതിനുള്ളിൽ തന്നെയാണെന്നൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് മാക്സിമം യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണെന്നൊരു വരുമ്പോൾ ആണെന്നൊരു 2 സൈഡ് ടേബിൾസ് ആണെന്നൊരു ബോത്ത് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഹെഡ് ബോർഡ് ആണെന്നുള്ളതുകൊണ്ട് കുഷൻ ഹെഡ് ബോർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കുഷൻ ഹെഡ് ബോർഡ്സ് അതേപോലെ തന്നെയാണെന്നൊരു 8 ഇഞ്ച് ആണെന്നൊരു മാട്രസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ആണെന്നൊരു ഒരു മാക്സിമം ഒരു 50 സെന്റിമീറ്റർ ഹൈറ്റിൽ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം കുഞ്ഞുള്ള ഇത് വീടായതുകൊണ്ട് തന്നെയാണെന്നൊരു പെട്ടെന്നാണെന്നൊരു മറിഞ്ഞു വീഴാനൊന്നും മീൻസ് വീണാലും എന്തെങ്കിലും കാരണവശാലും വീണാലും ആണെന്നൊരു ഒത്തിരി മീൻസ് പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഹൈറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഏരിയയിലാണെങ്കിൽ നമ്മൾ ഫുള്ളി വാർഡ്രോബ് ആണെന്നൊരു കൊടുത്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ആണെന്നൊരു ലോഫ്റ്റ് ഉൾപ്പെടെ ആണെന്നൊരു കൊടുത്തിട്ടുണ്ട്. കാരണം മാക്സിമം സ്റ്റോറേജ് സ്പേസ് ആണെന്നൊരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണെന്നൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് ടേബിൾ ആണെന്നൊരിലും ഈ ഏരിയയിലാണെന്നൊരിലും പ്ലസ് മിറർ ആണെന്നൊരിലും വെച്ചിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹിഡൻ ഏരിയ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ആണെന്നൊരിലും നമ്മൾ അതിന് വേണ്ടിയിട്ടാണെന്നൊരിലും മാക്സിമം സ്റ്റോറേജ് വെച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെയും നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് ആണെന്നൊരു എക്സ്ട്രാ സ്റ്റോറേജ് ആണിത്. ഇവിടെ ആണെന്നൊരിലും നമ്മൾക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെന്നൊരിലും കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം നമ്മളിത് ഡിവൈഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുള്ള എക്സ്ട്രാ സ്പേസ് കടന്നത് ഒരു വൃത്തിയേട് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ ആണെന്നൊരു ഏരിയ ഇവിടത്തേക്കാണെന്നൊരു അഡീഷണലി എടുത്ത് നമ്മൾ ഇതിനെ മാക്സിമം യൂസ്ഫുൾ ആക്കി നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് ആക്കിയത് ഈ ഒരു ഏരിയയിൽ. അതേപോലെ ഇനിയാണെന്നൊരു ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളാണെന്നൊരു സ്റ്റെയറിൽ കൂടെ ആണെന്നുള്ള നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഓക്കെ, എല്ലാ ബെഡ്റൂംസിലും ആണെന്നുള്ള നമ്മൾ സിമെന്റ് ഫിനിഷ് ആണെന്നൊരു യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സിമെന്റ് ഫിനിഷ് ആണ്. ഇതെല്ലാം ആണെന്നുള്ള ഇതിനെ ഭംഗി കൂട്ടിയ എലമെന്റ്സ് ആണ് ഇതെല്ലാം തന്നെയാണെന്നുള്ള. ഇത് ഡബിൾ ഹൈറ്റ് ഏരിയ ആണ്. ഇവിടെയാണെന്നുള്ള നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വിനീർ ആണെന്നൊരു യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴത്തെ സീലിങ്ങുകളൊക്കെ ആണെന്നുള്ള നമ്മൾ വിനീർ ആണെന്നൊരു യൂസ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക്. അതുപോലെ മാക്സിമം ആണെന്നുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ആണെന്നൊരു ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഈ ലൈറ്റ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു സംഭവമാണ് ലൈറ്റ്. അതെപ്പോഴും ആണെന്നൊരു ഇന്റീരിയറിൽ വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ലൈറ്റ് എത്രയും നന്നായിട്ട് കിടക്കുന്നു അതും ആണെന്നൊരു എല്ലാ ലൈറ്റ്സും അല്ല, വൈറ്റ് ലൈറ്റ്സ് ആണെന്നൊരു എപ്പോഴും ആണെന്നൊരു അത്രയും വരത്തില്ല. രണ്ടും മിക്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഒന്നീ വാം സ്ട്രിപ്സും അതേപോലെ തന്നെ എന്നൊരു ന്യൂട്രൽ മീൻസ് ലൈറ്റ്സുമാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണെന്നുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണെന്നൊരു കിടക്കും. ഈ ബെഡ്റൂമിലേക്കാണെന്നൊരു വരുമ്പോൾ ആണെന്നുള്ള 2 സൈഡ് ടേബിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്ലസ് കുഷൻ ഹെഡ് ബോർഡ്സ് വരുന്നതായിട്ടുള്ള വുഡൻ പ്ലസ് ആണെന്നൊരു കുഷൻ വരുന്നതായിട്ടുള്ള ഹെഡ് ബോർഡ്സ് ആണെന്നൊരു നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബോത്ത് സൈഡിലാണെന്നൊരു നമ്മൾ 2 സൈഡ് ടേബിൾസ് പ്ലസ് ആണെന്നൊരു സ്റ്റൂൾ നമ്മളാണെന്നൊരു കുഷൻ വരുന്നതായിട്ടുള്ള സ്റ്റൂൾസ്. അതേപോലെ തന്നെയാണെന്നൊരു നമ്മളുടെ കബോർഡ്. ഈ വാർഡ്രോബ്സ് പ്ലസ് ലോഫ്റ്റ് എല്ലാ ബെഡ്റൂംസിനകത്തും വാർഡ്രോബിനും പ്ലസ് ലോഫ്റ്റും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡിങ് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൻ്റെ ഒരു സൈസ് അനുസരിച്ച് മാക്സിമം നമ്മൾ യൂസ്ഫുൾ ആയിട്ടാണെന്നുള്ള മീൻസ് ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം. നെക്സ്റ്റ് അടുത്തൊരു ബെഡ്റൂമാണ്. ഈ അടുത്ത ബെഡ്റൂമിലേക്കാണെന്നുള്ള പോകുമ്പോൾ ഇവിടെ വന്നിട്ടാണെന്നുള്ള നമ്മളാണെന്നുള്ള വിനീറിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെന്നുള്ള ഇത് കൊടുത്തതിന് ശേഷം ട്രോപ്പിക്കൽ ഡിസൈനിലാണെന്നുള്ള നമ്മൾ വാൾപേപ്പർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിലാണെന്നുള്ള ലോഫ്റ്റ് പ്ലസ് വാർഡ്രോബ് ആണെന്നുള്ള ഇവിടെ വന്നിട്ടുണ്ട്. പ്ലസ് ഒരു നമ്മളാണെന്നുള്ള ഒരു ബേ വിൻഡോയുടെ ആണെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൂടുതൽ സ്റ്റോറേജ് ആവശ്യമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ആണെന്നുള്ള ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 4 ഡോർ വാർഡ്രോബ് വരുമ്പോൾ ആണെന്നുള്ളത് നമ്മൾക്ക് ഇങ്ങനെ മാത്രമേ ഈ റൂമിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ബോട്ടം സൈഡിൽ നമ്മൾ സ്റ്റോറേജ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചത്.
ഇത് ഇവിടെ ടോയ്ലറ്റിലാണെന്നുള്ളത് ഞങ്ങളുടെ ഇന്റീരിയർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാനിറ്റി കൗണ്ടർ